എൻ്റെ പേര് ജിതേഷ്. മാർച്ച് 6-നാണ് ഈ വണ്ടി എടുത്തത്. എൻ്റെ സ്വദേശം കോഴിക്കോട് കക്കോടിയാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4000 കിലോമീറ്ററിൻ്റെ അടുത്തായി. ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിൻ്റെ സർവീസ് കഴിഞ്ഞു. ഇതെൻ്റെ ഫസ്റ്റ് EV ആണ്. അപ്പം വേറൊരു വണ്ടി, 2 വണ്ടിയുണ്ട്. പക്ഷെ ആ വണ്ടി ഇപ്പോൾ തീരെ യൂസ് ചെയ്യുന്നില്ല. ഒന്ന് പെട്രോളും ഒന്ന് ഡീസലുമാണ്. കംഫർട്ട് വൈസ് ഞാൻ ഓടിച്ചാലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഇതാണ്. ഈവൻ ഗൾഫിൽ പോലും യൂസ് ചെയ്ത വണ്ടീനേക്കാളും കംഫർട്ടാണ് ഈ വണ്ടി. ഹാൻഡ്ലിംഗ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലൊക്കെ AC ഇതെല്ലാം ഈ വണ്ടീൻ്റെ എനിക്ക് ഈ പ്രൈസിലുള്ള മറ്റ് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 10 out of 10 ആണ്. പിന്നെ ഇതിൻ്റെ റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ്. എനിക്ക് 300 റേഞ്ച് കിട്ടിയിട്ടുണ്ട്, 160 കിട്ടിയിട്ടുണ്ട്. നമ്മൾ AC ഇടാതെ സിംഗിൾ ഡ്രൈവ് ആണെങ്കിൽ 300+ എങ്ങനെയും കിട്ടും. AC ഇടാതെ നമ്മളൊരു 45-50 ഓടുകയാണെങ്കിൽ. പക്ഷെ അതേസമയം നമ്മളൊരു 5 ആളെ വെച്ച് ഡ്രൈവിൽ, അത് എക്കണോമി അല്ലാതെ ഡ്രൈവിൽ വിത്ത് ഫുൾ AC പാട്ടൊക്കെ വെച്ച് നല്ല അത്യാവശ്യം 80-90 സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു 160-170 കിട്ടുള്ളൂ. അപ്പം അത് വണ്ടി അവർ പ്രോമിസ് ചെയ്യുന്ന റേഞ്ച്, പ്രോമിസ് ചെയ്യുന്ന പെർഫോമൻസ് എല്ലാം സിട്രോൺ തരുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കൂടുതലും സിംഗിൾ ഡ്രൈവ് ആണ്. പിന്നെ ഫാമിലി ആയിട്ട് അച്ഛനും ഉണ്ട്. അച്ഛനും മറ്റേ വണ്ടീനേക്കാളും ഇഷ്ടം ഇപ്പം ഈ വണ്ടിയിൽ യാത്ര ചെയ്യാനാണ്. കാരണം ഇതിൻ്റെ ഒരു ഇപ്പം നല്ല ചൂടുള്ള സമയത്ത് പോലും നമ്മൾ മറ്റു വണ്ടികൾ നല്ലോണം ടൈം എടുക്കും തണുക്കാൻ. പക്ഷേ ഈ വണ്ടി പെട്ടെന്ന് തണുക്കും AC. പിന്നെ മാത്രമല്ല നമുക്ക് പാർക്കിങ്ങിനാണെങ്കിലും റോഡ് പ്രസൻസും റോഡ് വ്യൂ ഒക്കെ ലേഡീസിന് വൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൊണ്ടും ഒരു ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന രീതിയിൽ ബെസ്റ്റ് EV ആണെന്നേ ഞാൻ പറയുള്ളൂ. ഓർത്തിരിക്കാൻ പറ്റുന്ന വെച്ചാൽ കോസ്റ്റ് സേവിങ് വലിയൊരു ഫാക്ടറാണ്. വീട്ടിൽ സോളാറുണ്ട്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ഈ 4000 കിലോമീറ്റേഴ്സിൽ എനിക്ക് ഒരു 3800 കിലോമീറ്റേഴ്സും ഫ്രീ ഓഫ് ചാർജിൽ ഓടിയിട്ടില്ല. ഒരു തവണ ഒന്ന് എറണാകുളം പോയപ്പോഴാണ് ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ചെയ്തത്. പിന്നെ ഞാൻ ഫാസ്റ്റ് ചാർജിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയെന്നല്ലാതെ ബാക്കിയെല്ലാം 0 കോസ്റ്റിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് സപ്പോർട്ട് എക്സലൻ്റ് തന്നെയെന്ന് വേണം പറയാൻ. അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഞാനൊരു ഇഷ്യൂ കൺസേൺ ചെയ്ത് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റിന്റെ ഇഷ്യൂ ഒക്കെ കൺസേൺ റേസ് ചെയ്തിരുന്നു. അതൊക്കെ ഫസ്റ്റ് സർവീസ് തന്നെ ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ നമുക്ക് ഈ ഫസ്റ്റ് EV ആയതുകൊണ്ട് ഇതിന്റെ പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. അതൊക്കെ അവർ ഓരോ കാര്യങ്ങൾ വാട്സാപ്പിലാണെങ്കിലും ഫാസ്റ്റ് ടാഗിന്റെ ഇഷ്യൂസ് ആണ് എല്ലാം സ്പോട്ടിൽ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. മൈനർ ഇഷ്യൂസ് ആണ്, പക്ഷെ നമുക്ക് അറിയാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതാണ്. സിട്രോൺ EVM-ന്റെ ആണെങ്കിലും സിട്രോണിന്റെ ആണെങ്കിലും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒന്നിച്ച് ഡ്രൈവ് ചെയ്ത് വരാനും പിന്നെ ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നോളജ് സിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിന് സിട്രോണിന്റെ ഭാഗത്തുനിന്നും EVM-ന്റെ ഭാഗത്തുനിന്നും എടുത്ത എഫേർട്ടിന് ഒരുപാട് നന്ദി.